തീർച്ചയായിട്ടും മനസ്സിലടിഞ്ഞുകൂടിയിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണല്ലോ അറിയാതെയും കാര്യങ്ങൾ പുറത്ത് ചാടുന്നത്. രണ്ട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഡോക്ടർ ബി ആർ അംബേദ്കർ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് ഇന്ത്യൻ രാഷ്ട്രീയ സമൂഹം, അത് അന്നത്തെ ജനസംഘമാകട്ടെ, അന്നത്തെ RSS ആവട്ടെ, അന്നത്തെ കോൺഗ്രസ് ആവട്ടെ, അന്നത്തെ ഇടതുപക്ഷമാവട്ടെ, ഇവരെല്ലാവരും വളരെ ശത്രുതാ മനോഭാവത്തോടു കൂടി തന്നെയാണ് കണ്ടിരുന്നത്. ഇപ്പോൾ പറയുകയുണ്ടായി, കോൺഗ്രസ് ആണ് ഡോക്ടർ ബി ആർ അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് യഥാർത്ഥത്തിൽ ജയിപ്പിക്കുകയല്ല, തോൽപ്പിച്ചതാണ് കോൺഗ്രസ്. അതിൽ നിന്നും ബംഗാളിൽ പോയി നിന്ന് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം ഇതിലേക്ക് വരുന്നത്. മാത്രവുമല്ല, ലേഡി മൗണ്ട് ബാറ്റൺ ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് എഴുതിയൊരു കത്തുണ്ട്. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അത് വായിച്ചു നോക്കണം. കോൺഗ്രസ്സുകാർ പ്രത്യേകം അത് വായിക്കണം. അതിൽ പറയുന്നത്, ഐറിഷ് ഭരണഘടനാ വിദഗ്ധയായിട്ടുള്ള വലേര എന്ന് പറയുന്ന ആളിൻ്റെ ശുപാർശ പ്രകാരമാണ് അദ്ദേഹത്തെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാക്കിയതെന്ന് ലേഡി മൗണ്ട് ബാറ്റൺ ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് എഴുതുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ദാനം ചെയ്തതാണ് എന്നൊന്നും ആരും അങ്ങനെ അവകാശപ്പെടേണ്ടതില്ല. കാര്യങ്ങൾ മാറിയിരിക്കുന്നു, ഞാനതിലേക്ക് കടക്കുന്നില്ല. പിന്നെ ഓർഗനൈസറിൽ വന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ല എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ ആദർശവൽക്കരിക്കുന്ന എല്ലാത്തിനെയും തള്ളിപ്പറഞ്ഞ ഒരാളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. എന്നാൽ ഇന്ത്യ രാഷ്ട്രത്തിന് ജനാധിപത്യപരമായി ജീവിക്കുവാനുള്ള മാർഗരേഖയായിട്ടുള്ള ഭരണഘടന തയ്യാറാക്കിയത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. അതിൽ ഇന്ത്യൻ പാരമ്പര്യമില്ലെന്നും 1950 കടക്കാനായിട്ട് ഭരണഘടനയ്ക്ക് കഴിയില്ലെന്നാണ് അന്നത്തെ ഹിന്ദുത്വ ശക്തികൾ അവകാശവാദം ഉന്നയിച്ചത്. എന്നാൽ 75 വർഷം പിന്നിട്ടിരിക്കുന്നത്. അന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ ചോദിച്ചു, ഇന്ത്യയുടെ പൈതൃകത്തിൽ ആധുനിക ജനാധിപത്യത്തിന് ആവശ്യമായ എന്ത് ആശയമാണ് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല. ഹിന്ദു കോഡ് ബില്ലിന് എതിരെ രംഗത്ത് വന്ന ശ്യാമപ്രസാദ് മുഖർജി മാത്രമല്ല, സർദാർ വല്ലഭായ് പട്ടേൽ അടക്കമുള്ളവർ അതിനെതിരെ രംഗത്ത് വന്നതാണ്. ആ ബില്ല് പരാജയപ്പെടുമ്പോൾ നെഹ്റുവിനെ ചൂണ്ടിക്കൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും പരാജയപ്പെട്ട ഒരു പ്രധാനമന്ത്രിയുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് പറയുകയുണ്ടായി. ചരിത്രം പഠിക്കാഞ്ഞിട്ടല്ല, ഈ കോണ്ടക്റ്റിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി ഡോക്ടർ ബി ആർ അംബേദ്കർ അപമാനിച്ചതിന് രംഗത്ത് വന്നതിനെ സ്വാഗതം ചെയ്യുന്നത് നിങ്ങൾ അംബേദ്കറെ ആദ്യകാലം മുതലേ അംഗീകരിച്ച് ആദരിച്ച് കൊണ്ടു നടന്നത് കൊണ്ടൊന്നുമല്ല. അന്നങ്ങനെ ചെയ്തിട്ടില്ല. ആ തെറ്റ് തിരുത്തണം. BJPക്ക് സംഘപരിവാറിന് തിരുത്താൻ പറ്റില്ല. കാരണം എന്തെന്നാൽ അംബേദ്കർ എന്തിനെയാണോ തള്ളിക്കളയാൻ ശ്രമിച്ചത് അതിനെ സ്ഥാപിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവർ അംബേദ്കറെ സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ശുദ്ധ അസംബന്ധവും കാപട്യവുമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അംബേദ്കറെ മാത്രമല്ല, അവർ ഇന്ത്യൻ ഭരണഘടനയെയും നിരന്തരം ആക്ഷേപിക്കുകയും ആക്രമിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാനം. അതുകൊണ്ട് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അംബേദ്കറുടെ പൈതൃകം ഞങ്ങൾ ഏറ്റെടുത്തതാണ് എന്ന് അവകാശപ്പെടാൻ ആർക്കും അർഹതയില്ല എന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അന്ന് നിയമമന്ത്രിയുടെ കോലം കത്തിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ രാംലീല മൈതാനിയിൽ RSS ഓർഗനൈസ് ചെയ്ത സമ്മേളനത്തിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ കോലം കത്തിക്കുന്നത്, നിയമമന്ത്രിയുടെ കോലം കത്തിക്കുന്നത്. നിങ്ങൾ എന്താണ് പറയുന്നത്? ഈ പറഞ്ഞ ഹിന്ദു കോഡ് ബില്ല് ഈ ഹിന്ദു സമൂഹത്തിനകത്ത് സ്ത്രീകൾക്ക് തുല്യമായ സ്വത്തവകാശം നൽകണമെന്ന് പറഞ്ഞപ്പോൾ അത് ഹിന്ദു സമൂഹത്തെ തകർക്കാനാണെന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയിലെ സംഘപരിവാർ ശക്തികളാണ് അതിനെതിരെ രംഗത്ത് വന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു ആ കാര്യത്തിൽ. ഇന്ത്യ ജനാധിപത്യവൽക്കരിക്കപ്പെടാൻ പാടില്ല എന്ന കാര്യത്തിൽ. ഇന്ന് കാലം മാറിയിരിക്കുന്നു, കോൺടെക്സ്റ്റ് മാറിയിരിക്കുന്നു. അമിത്ഷായും മോഡിയും അവരുടെ ഭരണവും ഇന്ത്യയിലെ ജനാധിപത്യത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി വേണം നമ്മളിതിനെ മനസ്സിലാക്കുവാൻ. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന ഒരു നിരുപാധികം പിൻവലിക്കണം. പ്രധാനമന്ത്രി പറയണം, എൻ്റെ ക്യാബിനറ്റിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറയുവാനുള്ള ആർജവം മോഡി കാണിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കോടിക്കണക്കിന് ജനങ്ങളുടെ വികാരത്തെയാണ് നിങ്ങൾ വ്രണപ്പെടുത്തിയിരിക്കുന്നത്, മുറിപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് മാത്രമല്ല, മതത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് മാത്രമല്ല ഇവിടെ വികാരമുള്ളത്. ഞങ്ങൾ ഇന്ത്യയിൽ പൗരന്മാരായി ജീവിക്കുന്നതിൻ്റെ കാരണം ഡോക്ടർ ബി ആർ അംബേദ്കർ ആണെന്ന് വിശ്വസിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ള കാര്യം BJPക്കാർ മറന്നു പോകണ്ട. നിങ്ങൾ മനുസ്മൃതി കണ്ടിട്ടില്ലാത്തത് ഞങ്ങളുടെ കുറ്റമൊന്നുമല്ല. അത് നിങ്ങൾ കാണുകയോ കാണാതിരിക്കുകയോ നിങ്ങളുടെ കാര്യമാണ്. പക്ഷേ
ഇത് മനുസ്മൃതിയുടെ തത്വങ്ങളെ ഇന്ത്യൻ സമൂഹത്തിൽ സ്ഥാപിക്കാനുള്ള പരിശ്രമങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം ഇന്ത്യയിൽ രൂപപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇതിന് മറുപടി പറയേണ്ടി വരും.